ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഓക്കെ, എത്തിക്കൽ ഹാക്കിംഗ് സീരീസിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമ്മൾ പാർട്ട് 1 ബേസിസ് ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് ഓടിച്ചു. പാർട്ട് 2 എന്താണ് വിർച്വൽ മെഷീൻ, അതുപോലെ ഒറാക്കിൾ, അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനും പാരറ്റോയ്സും ലിനക്സും ഇൻസ്റ്റാളേഷനും പഠിച്ചു. ഓക്കെ, അടുത്ത പാർട്ട് 3 നമ്മൾ നോക്കാൻ പോകുന്നത് ലിനക്സും എന്താണ് ലിനക്സിന്റെ ഫണ്ടമെന്റൽസും പിന്നെ ബേസിക് കമാൻഡ്സുമാണ്. ഒരു എത്തിക്കൽ ഹാക്കർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കമാൻഡ്സ് ആണ് നമ്മൾ ഈ സീരീസ് പാർട്ട് 3 കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നമുക്ക് ബേസിക് എന്തിനും ഒരു അടിസ്ഥാനം ബേസിക് ഒരു ഫൗണ്ടേഷൻ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഹാക്കിങ്ങിലും ഫസ്റ്റ് ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ലിനക്സിന്റെ കമാൻഡും അതുപോലെ നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസും അതിന്റെ ബേസിക് തിയറിയും കാര്യങ്ങളുമാണ് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷൻ നമുക്ക് നന്നായിട്ട് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ലിനക്സ് എന്താണ്, ലിനക്സിന്റെ ഫണ്ടമെന്റൽ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തായാലും വീഡിയോയിലേക്ക്. ഓക്കെ, എന്താണ് ലിനക്സ്? വാട്ട് ഈസ് ലിനക്സ്? Linux is a free and open source operating system just like Windows or Mac OS, but it is known for being fast, secure and powerful, especially for programming, servers and ethical hacking. Unlike Windows, Linux gives you full control of your system. It uses terminal command line for most tasks, which is great for hackers and developers. Okay, Linux എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് വിൻഡോസും മാക്കോസും കുറച്ച് ഡിഫറെന്റ് ആണ്. ബട്ട് നമുക്ക് വിൻഡോസിലും മാക്കോസിലും ഒക്കെ എന്താ പറയാ, ഒരു പരിമിതികളുണ്ട്. ഓക്കെ, ഒരു ലിമിറ്റ് ഉണ്ട് അത് കസ്റ്റമൈസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ലിനക്സ് അങ്ങനെയല്ല, തികച്ചും ഫ്രീ ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാനും പറ്റും. പിന്നെ മെയിനായിട്ട് ലിനക്സ് ഫോക്കസ് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് ആ ഒരു ഇതിലേക്ക് തന്നെയാണ്. പക്ഷേ ലിനക്സ് പേഴ്സണൽ യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് മെയിനായിട്ട് ഉബുണ്ടു നമ്മൾ പർപ്പസ് ആയിട്ട് ഇപ്പം ഓഫീസ് യൂസ് പോലത്തെ അങ്ങനെ ഏറ്റവും കൂടുതൽ കോളേജുകൾ, സ്കൂളിലൊക്കെ നമ്മൾ ഉബുണ്ടു ഒരു ബേസിക് യൂസ് പേഴ്സണൽ യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ലിനക്സും പാരറ്റോയ്സ് അതുപോലെ തന്നെ ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡ്വാൻസ് രീതിയിലുള്ള ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലിനക്സ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലിനക്സ് ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ജസ്റ്റ് ലൈക്ക് വിൻഡോസ്. ഓക്കെ, ഇതിനകത്ത് ടെർമിനൽ കമാൻഡ് ലൈൻ ഉണ്ട്. ടെർമിനലാണ് കമാൻഡ് ലൈൻ എന്ന് പറയുന്നത്. ആ കമാൻഡ് ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ ഹാക്കിങ്ങും അതുപോലെ തന്നെ പല പ്രോഗ്രാമിങ്ങും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ലിനക്സ് നോക്കാൻ പോവാണ്. ഓക്കെ, ടൈപ്പ് ഓഫ് ലിനക്സ്. There are many types of Linux called distribution, also called distros, like Kali Linux, Paratois, Ubuntu. ഓക്കെ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പാർട്ട് 2 വീഡിയോയിലും Kali Linuxനെ കുറിച്ചും പാരറ്റോയ്സിനെ കുറിച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉബുണ്ടു ഞാൻ പറഞ്ഞു ഒരു പേഴ്സണൽ യൂസും അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും കൂടി, ഒരു ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയാണ് ഉബുണ്ടു. ഓക്കെ, മെയിനായിട്ട് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, Kali Linux, പാരറ്റോയ്സും ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ലിനക്സിന്റെ ബേസിക് ഫണ്ടമെന്റൽ കമാൻഡ്സും അതുപോലെ ഒരു എത്തിക്കൽ ഹാക്കർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. ലിനക്സിന്റെ ബേസിക് കമാൻഡ്സും ആണ് നമ്മളിപ്പം റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ കമാൻഡ്സ് എന്തിനാന്നുള്ളതും എന്തിനു യൂസ് ചെയ്യുന്നതും, കാരണം ഇതാണ് ബേസിക്. കാരണം അതായത് GUI ഇന്റർഫേസ്, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് മിക്കവും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, റിയൽ ഹാക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ടെർമിനൽ യൂസ് ചെയ്ത് തന്നെയാണ് ഇപ്പം. അതായത് മേ ബി ട്രൈ ഹാക്ക് ദ ബോക്സ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ റിയൽ ടെർമിനൽ ആക്സസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നത്. സോ നമ്മൾ ജിയോ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ല നമ്മളിവിടെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്, നമ്മൾ ടെർമിനലായിരിക്കും യൂസ് ചെയ്യുന്നത്, കമാൻഡ് ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ടെർമിനലിന്റെ ബേസിക് യൂസുകളും എങ്ങനെയാണെന്നെല്ലാം നമ്മൾ ബേസിക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റ് ലിനക്സിലോ പാരറ്റോയ്സിലോ ലോഗിൻ ചെയ്യുക, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ഓപ്പൺ ടെർമിനൽ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ടെർമിനൽ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ മുകളിലായിട്ട് ഒരു കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാൻ സൈസ് വലുതാക്കാം. ഓക്കെ, സൈസ് വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കമാൻഡ്, അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമാൻഡാണ് PWD. ഓക്കെ, PWD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോ കറന്റ് ഡയറക്ടറി, അല്ലെങ്കിൽ പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി. നമ്മൾ ഏത് ഡയറക്ടറിയിലാണോ ഉള്ളത് ആ ഡയറക്ടറി അത് കാണിക്കാൻ വേണ്ടി പറയുന്ന കമാൻഡ് പേരാണ് PWD. ഓക്കെ, PWD ക്ലിക്ക് ചെയ്യുമ്പം എന്ത്, ഹോം കോമ്രേഡ് എന്ന് പറയുന്ന യൂസർ നെയിം ആണ്. അപ്പം ഞാൻ ഹോം കോമ്രേഡിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ മാറ്റുന്നു, CD ഹോമിലേക്ക് ഞാൻ പോകുന്നു.
ഓക്കെ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. PWD ഹോം കോമ്രേഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഓൾറെഡി ഞാൻ ഹോമിലായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പൊ ഞാൻ വേറൊരു ഡയറക്ടർ ഞാൻ ചേഞ്ച് ചെയ്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡ് LS. എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലിസ്റ്റ് ഫോൾഡേഴ്സ് അല്ലെങ്കിൽ ഒരു ഫോൾഡറിൽ ഇരിക്കുന്ന ഫയൽസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LS യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ എന്റെ ഹോം ഡയറക്ടറിയിൽ ഓക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഫയലാണ് AMIT, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ്, ഡ്രോയിഡ് ക്യാം, അതുപോലെ ലിനക്സ്. ഓക്കെ, ഇതെല്ലാം ഫിഷ് എക്സ്പ്രസ്. ഇതൊക്കെ എന്റെ ഹോം ഡയറക്ടറിയിലെ ഹോം ഫോൾഡറിലുള്ള ഫോൾഡേഴ്സിലുള്ള ഫയൽസ് ആണ്. ഇപ്പൊ ഞാൻ മാറ്റുന്നു. ഓക്കെ, CD ഉപയോഗിക്കുന്ന ചേഞ്ച് ഡയറക്ടറി. അതായത് ഇപ്പൊ ഞാൻ ഹോമിൽ നിന്ന് എനിക്ക് ഇപ്പൊ ഡൗൺലോഡ്സിലേക്ക് പോകണം. ഓക്കെ, ഇവിടെ ഇപ്പൊ ഡൗൺലോഡ് ഫോൾഡർ ഉണ്ട്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, കോപ്പി പേസ്റ്റ്. ഓക്കെ, CD ഡൗൺലോഡ്സ്. ഓക്കെ, ഇപ്പൊ നോക്കുമ്പോൾ അറിയാം, ഞാൻ PWD ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉള്ളത് ഹോം കോമ്രെ ഡൗൺലോഡ്സിലാണ് ഞാൻ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഡൗൺലോഡ്സ് ഞാൻ LS ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്റെ ഡൗൺലോഡ്സിന്റെ ഫോൾഡറിലുള്ള ലിസ്റ്റാണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ, ഇമേജും അതുപോലെ മെറ്റസ്പോൾട്ട് ഫ്രെയിം വർക്കും ഇതൊക്കെ പൈത്തൺ, ഇതൊക്കെ എന്റെ മെയിൻ ആയിട്ട് എന്റെ ഡൗൺലോഡ്സ് ഫോൾഡറിലുള്ളതാണ്. ഓക്കെ, നമ്മള് PW എന്താന്ന് പഠിച്ചു, LS എന്താന്ന് പഠിച്ചു, CD എന്താന്ന് പഠിച്ചു. അടുത്തത് MKDIR. ഓക്കെ, MKDIR. ഓക്കെ, ഇതെന്താ വെച്ചാൽ മേക്ക് എ ഡയറക്ടറി. ഓക്കെ, ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് തന്നെയാണ് MKDIR എന്ന് പറഞ്ഞത്. ഓക്കെ, MKDIR. ഓക്കെ, MKDIR ഷാരോൺ ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. LS എന്തിനാ, നമുക്ക് ഡയറക്ടറി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മേ ബി ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫയൽസിലേക്ക് പോവാം. ഹോമിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡയറക്ടറി, ഓക്കെ ഷാരോൺ എന്ന ഡയറക്ടറി ഇവിടെ കാണാൻ പറ്റും. ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ MKDIR ഉപയോഗിക്കുന്നത്. ഒരു ഫോൾഡറോ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MKDIR ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഈ ക്ലിയർ എന്ന് പറഞ്ഞ ഇത് യൂസ് ചെയ്യുന്നത്, ഓക്കെ ക്ലിയർ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ടെർമിനൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തൊക്കെയുണ്ടോ അത് ടെർമിനൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കമാൻഡാണ് RMV. ഓക്കെ, RMV എന്ന് വെച്ചാൽ റിമൂവ് എ ഫയൽ. ഓക്കെ, ഒരു ഫയൽ റിമൂവ് ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഹോമിലേക്ക് പോകുന്നു. ഇവിടെ ഓക്കെ tunnel.py എന്നൊരു ഫോൾഡർ ഒരു ഫയൽ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ടെർമിനലിലേക്ക് പോകുന്നു. tunnel.py. ഓക്കെ, ജസ്റ്റ് ഇനി ഹോമിലേക്ക് പോകുന്നു, റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് tunnel.py. ഓക്കെ, ഇവിടെ ഇറേസ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ RM റിമൂവ് ചെയ്യുന്നത് ഒരു ഫയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RM യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമാൻഡാണ് RM-R. ഓക്കെ, ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ RM യൂസ് ചെയ്യുന്ന എന്തിനായിരിക്കും, ഒരു ഫയൽ റിമൂവ് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പം RM-R യൂസ് ചെയ്യുന്ന എന്തിനായിരിക്കും, ഒരു ഫോൾഡർ റിമൂവ് ചെയ്യാനായിരിക്കും. അപ്പം ഞാൻ നേരത്തെ ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഓക്കെ, ഷാരോൺ. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. ജസ്റ്റ് ഫയൽസിലേക്ക് പോകുന്നു. ഓക്കെ, റിഫ്രഷ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ഇപ്പൊ ഓക്കെ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഷാരോൺ എന്ന ഫോൾഡർ റിമൂവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2 ബേസിക് കമാൻഡ് പഠിച്ചു. RM ഫയൽസ് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടും അതുപോലെ RM-R ഒരു ഫോൾഡർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിന്റെ ബേസിക് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് CP. ഓക്കെ, CP എന്ന് കാണുമ്പോൾ അറിയായിരിക്കും എന്തായിരിക്കും, കോപ്പി. അത് ഒരു ഫയൽസ് കോപ്പി ചെയ്ത് മറ്റൊരു ഫയലിലേക്ക് ആക്കുന്നതിനാണ് നമ്മൾ കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ഡയറക്ടറി ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഹോമില് ഡോക്യുമെന്റ്സിൽ me.txt എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഓക്കെ, അതെനിക്ക് മാറ്റി എൻ്റെ പേരിലേക്ക് sharon.txt ഫയലിനുള്ളിലുള്ള കണ്ടന്റ് എനിക്ക് അതിലേക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ചെയ്തു, ക്ലിയർ ചെയ്യുക. ഈ കമാൻഡ് റൺ ചെയ്യുക. CP. ഓക്കെ, ഏത് ഡയറക്ടറിയിലാണോ ഉള്ളത്. ഓക്കെ, ഞാൻ കാണിച്ചത് ഡോക്യുമെന്റിലാണോ ഉള്ളത്. ഓക്കെ, അപ്പം ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെന്റ്സ്. ഓക്കെ, ഡോക്യുമെന്റ്സിൽ നിന്ന്
ഡോക്യുമെന്റിൽ ഏത് ഫോൾഡർ ആയിരുന്നു. ഓക്കെ, സോറി, ഡോക്യുമെന്റ്സിലെ me.txt എന്ന് പറഞ്ഞ ഫയലായിരുന്നു me.txt. me.txt നമ്മൾ എന്ത് ചെയ്യണം, sharon.txt മാറ്റണം. അങ്ങനെയാണ് നമ്മൾ റിമൂവ്. അത് sharon.txt എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്, സോറി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഫയലിലേക്ക് നമ്മൾ me.txt കണ്ടന്റ് മാറ്റുവാണ്. ഓക്കെ, sharon.txt. ഓക്കെ, നമുക്ക് ഇനി ഡോക്യുമെന്റ്സിൽ പോയി നോക്കാം. ഓക്കെ, ഡോക്യുമെന്റ്സിൽ പോകണ്ട, നമുക്ക് ഹോമിൽ തന്നെ പോയി നോക്കാം. ഓക്കെ, ജസ്റ്റ് ഡോക്യുമെന്റ്സിൽ തന്നെ പോകണം. റീഫ്രഷ് ആവാത്തതുകൊണ്ടാണ്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഹോമിൽ പോകുമ്പോൾ ഇവിടെ sharon.txt എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, sharon.txt എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ആയിട്ട് അപ്പം നമുക്ക് me.txt എന്തായിരുന്നു എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ഫയൽ, ഇത് ഞാൻ ജിയോഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വഴി ഞാൻ കാണിച്ചു തരാം എന്താണ് me.txt ഉണ്ടായിരുന്നത് നോക്കാം. ബട്ട് ഞാൻ കമാൻഡിൽ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാൻ പോവാണ് എന്തായിരുന്നു me.txt ഉണ്ടായിരുന്നത് നോക്കാൻ. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫയലില് ഒരു ഡയറക്ടറിലുള്ള ഫയലില് കണ്ടന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ ഫയലിന്റെ ഡയറക്ടറിലേക്ക് പോകണം. അല്ലാണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ എറർ വരും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഒരു ഫയലിലെ കണ്ടന്റ് ആണ്, അതിന് മെയിൻ ബേസിക് 3 കമാൻഡ്സ് ഉണ്ട്: ക്യാറ്റ്, നാനോ, എക്കോ. സോ എക്കോ എന്ന് പറയുന്നത് നാനോ എക്കോ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക്. ക്യാറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നാനോ me.txt. ഓക്കെ, അതിലേക്ക് me.txt ഉണ്ടായിരുന്നത് ഹായ് ഐ എം ഷാരോൺ, വെൽക്കം ടു മൈ ചാനൽ എന്നായിരുന്നു me.txt ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ ഷാരോൺ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ഫയലിലേക്ക് നമ്മൾ me.txt കണ്ടന്റ് മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം me.txt കണ്ടന്റ് വന്നിട്ടുണ്ടോ നോക്കാം. സോറി, sharon.txt me.txt കണ്ടന്റ് വന്നിട്ടുണ്ടോ നോക്കാം. നാനോ sharon.txt. ഓക്കെ, ഹായ് ഐ എം ഷാരോൺ, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അങ്ങനെ ഒരു കണ്ടന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, me.txt അതേ കണ്ടന്റ് കോപ്പി ചെയ്ത് sharon.txt പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഇനി എങ്ങനെ റിമൂവ് ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ സ്ക്രീൻ സൈസ് ഞാൻ വലുതാക്കാം. ഓക്കെ, ഇതെങ്ങനെ റിമൂവ്, അപ്പൊ ഞാൻ പറഞ്ഞു റിമൂവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് rm. ഓക്കെ, rm യൂസ് ചെയ്തിട്ട് me.txt. ഓക്കെ, അത് കഴിഞ്ഞിട്ട് rm പിന്നെ യൂസ് ചെയ്യുന്നു. അതൊരു ഫോൾഡർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ rm യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഫോൾഡർ ആണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? rm -r. ഓക്കെ, ഇത് txt ഫയൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? rm sharon.txt. ഓക്കെ, രണ്ട് ഫയൽസും ഇപ്പം ഇവിടുന്ന് ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഹോമിൽ പോവാണെങ്കിൽ ഫയൽസ് ഇല്ല, ഡോക്യുമെന്റ്സിൽ മാത്രമേ ഇപ്പോൾ ഫയൽസ് ഉള്ളൂ. അപ്പം നമ്മൾ ഡോക്യുമെന്റ്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഓക്കെ, ഡോക്യുമെന്റ്സിൽ ഇനി എനിക്ക് ആ ഫയൽസ് ഡോക്യുമെന്റ്സിൽ കയറി റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? cd ചേഞ്ച് ഡയറക്ടറി എങ്ങോട്ട് വേണം, അത് ഫയൽ എവിടെയാണുള്ളത് അങ്ങോട്ട് വേണം. ഓക്കെ, ഡോക്യുമെന്റ്സിലേക്ക് പോയി. ഓക്കെ, ഡോക്യുമെന്റ്സിൽ പോയാൽ നമുക്ക് അതിൽ എന്തൊക്കെ കാണാൻ പറ്റും, അതിനുള്ള യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതൊക്കെയാണ്? ls. ഓക്കെ, ls യൂസ് ചെയ്തിട്ട് ഇപ്പൊ ChatGPT വെച്ചൊരു ഇമേജ് ഉണ്ട്. അതുപോലെ തന്നെ പല ഇമേജസ് ഞാൻ ഇവിടെ ഡോക്യുമെന്റ്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് me.txt കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? rm me.txt എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഇനി ഒന്ന് ls ചെയ്ത് നോക്കുക. സോ ഫയൽ ഡിലീറ്റ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് ഫയൽ ഡിലീറ്റ് ആക്കുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പൊ ഡോക്യുമെന്റ്സിലാണ്. ടെർമിനൽ ക്ലോസ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കറണ്ട് ഡയറക്ടറിയിലേക്ക് നമ്മൾ എവിടെയാണോ നിന്ന് അങ്ങോട്ട് നമുക്ക് എങ്ങനെ പോവാം? ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് cd ചേഞ്ച് ഡയറക്ടറി സ്പേസ് $. ഓക്കെ, ദെൻ എൻ്റർ. ഓക്കെ, ഇപ്പൊ നമ്മൾ എവിടെയാണ്? pwd ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഹോം കോമറേഡ്. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നോ കറണ്ട് ഡയറക്ടറിയിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എവിടെയായിരുന്നോ അങ്ങോട്ട് തന്നെ നമ്മൾ തിരിച്ചു വന്നു. ഓക്കെ, ക്ലിയർ ചെയ്യുക. ഇതാണ് ബേസിക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരുന്നത് എന്താ പറയുക, ബേസിക് കമാൻഡ്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് കമാൻഡാണ് mv. ഓക്കെ, mv നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? മൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, mv എന്ന് പറയുമ്പോൾ ഒരു ഫയൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ mv യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, mv നമുക്ക് എങ്ങനെയാ നോക്കാം.
ഫസ്റ്റ് അതിന് മുമ്പ് ഞാൻ ഒരു ഫയൽ ഞാൻ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നാനോ മീ .txt. ഓക്കെ, ഇതൊരു ബാഷ് ബാഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്, ഷെൽ ലാംഗ്വേജ് ആണ്. അത് ഞാനിവിടെ കവർ ചെയ്യുന്നതായിരിക്കും ആ ടോപ്പിക്കിൽ ബാഷ് വെച്ചിട്ട് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം, എങ്ങനെ ഒരു പേലോഡ് ജനറേറ്റ് ചെയ്യാം, എങ്ങനെ ഫിഷിംഗ് അറ്റാക്ക്, അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബാഷ് ലാംഗ്വേജ് ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ബാഷ്, പൈത്തൺ, അതുപോലെ C+, ഇങ്ങനത്തെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒക്കെ ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് ടോട്ടൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നാനോ എന്ന് പറഞ്ഞ കമാൻഡ്, ബാഷ് ലാംഗ്വേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഹായ്, ഐ ആം ഷാരോൺ. വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, ഇത് ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ Ctrl+X പിന്നെ Y. ഓക്കെ, ഫയൽ സേവ് ആയി. ഈ ഫയൽ ഇത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, LS നമ്മുടെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി ഹോമിൽ me.txt എന്ന് പറഞ്ഞ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ me.txt ഫയൽ എനിക്ക് നാനോ അല്ലാണ്ട് മറ്റൊരു കമാൻഡ് യൂസ് ചെയ്ത് കാണണം. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യും? ക്യാറ്റ് me.txt. ഓക്കെ, അതിനകത്ത് ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് എന്ത് ചെയ്യുക, എന്താണോ ഫയലിന്റെ ഇൻസൈഡ് ആ ഫയലിന്റെ ഇൻസൈഡിൽ എന്താണോ ഉള്ളത് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്ന ഫയൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ കാണാം ഐ എം ഷാരോൺ, വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് me.txt-യിലുള്ളത്. ഓക്കെ, ക്ലിയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കമാൻഡ് മൂവിനെ കുറിച്ചാണ്. ഓക്കെ, mv me.txt. ഓക്കെ, എനിക്ക് me.txt എന്താക്കണം? sharon.txt എന്ന് പറഞ്ഞ പേരിലേക്ക് മാറ്റണം, അതിലുള്ള കണ്ടന്റ്. ഓക്കെ, sharon.txt. ഓക്കെ, ജസ്റ്റ് LS നോക്കാം. ഓക്കെ, LS sharon.txt വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എന്താന്ന് നമുക്ക് നോക്കാം. txt. ഓക്കെ, എന്താണോ me.txt-യിലുള്ളത് അത് നമ്മൾ എന്ത് ചെയ്തു? കോപ്പി ചെയ്യുന്ന പോലെ തന്നെ മൂവ് ചെയ്ത് sharon.txt-യിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, കോപ്പി മൂവ് ജസ്റ്റ് ഏതിലും ഒന്ന് യൂസ് ചെയ്യാം, രണ്ടും. പക്ഷെ രണ്ടിന്റെയും പ്രയോജനം ഇത് തന്നെയാണ്. ഓക്കെ, എന്താണോ me.txt-യിൽ ഉണ്ടായിരുന്നത് അത് നമ്മൾ മൂവ് കമാൻഡ് യൂസ് ചെയ്തിട്ട് sharon.txt-യിലേക്ക് മാറ്റി അതിലെ കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, ഇതാണ് മൂവ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് mv കമാൻഡിന്റെ മൂവ്. അതായത് ടോട്ടൽ പറയുകയാണെങ്കിൽ മൂവ് എന്നാണ് കമാൻഡ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഷോർട്ടായിട്ട് mv എന്ന് പറയും. ഓക്കെ, ആ കമാൻഡിന്റെ ബെനിഫിറ്റ് ഇതാണ്. ഓക്കെ, ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തത് എനിക്ക് ഇപ്പം ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് me.txt വിസിബിൾ ആണെന്ന് തോന്നുന്നു. ഇല്ല. ഓക്കെ, അതായത് me.txt ആണ് നമ്മൾ sharon.txt എന്ന് പറഞ്ഞ പേരിലേക്ക് മാറ്റിയത്. ഓക്കെ, എനിക്ക് ഇനി sharon.txt ഇതിനകത്തുള്ള കണ്ടന്റ് എനിക്ക് എന്റെ ഡൗൺലോഡ്സിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതായത് കോപ്പി അല്ലാണ്ട് എനിക്ക് ഈ sharon.txt എന്ന് പറഞ്ഞ ഈ ഫയല്, ഓക്കെ, ഈ ഫയല് എനിക്ക് എന്ത് ചെയ്യണം? ഡൗൺലോഡ്സിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്യണം? അതിന് കമാൻഡാണ് mv sharon.txt. അത് കഴിഞ്ഞിട്ട് ഡയറക്ടറി ഹോം. ഓക്കെ, പിന്നെ ഏത് ഡയറക്ടറിയിലേക്കാണോ ആ ഡയറക്ടറിലേക്ക് കൊണ്ടുപോകണം. ഡൗൺലോഡ്സ്, പെർമിഷൻ ഡിനൈഡ്. ഓക്കെ, പെർമിഷൻ ഡിനൈഡ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? sudo su. ഓക്കെ, sudo su എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ യൂസർ ഡു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. സൂപ്പർ യൂസർ ഡു, അതായത് നമുക്ക് റൂട്ട് പെർമിഷൻ ചിലത് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കമാൻഡ്സ് റൺ ചെയ്യാൻ, ചില ടൂൾസ് റൺ ചെയ്യാൻ നമുക്ക് റൂട്ട് പെർമിഷൻ വേണം. അതിനാണ് നമ്മൾ sudo su യൂസ് ചെയ്യുന്നത്, സൂപ്പർ യൂസർ ഡു. ഓക്കെ, ഇനി നമുക്ക് കമാൻഡ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, mv sharon.txt ഹോം. ഡൗൺലോഡ്സിലേക്ക് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഓക്കെ, ഡൗൺലോഡ്സ്. ഓക്കെ, നമ്മളിപ്പം ഫയല് ഡൗൺലോഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഡൗൺലോഡ്സിലേക്ക് പോയി നോക്കാം. ഡൗൺലോഡ്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്ടറി എങ്ങോട്ട് മാറ്റണം? cd ഡൗൺലോഡ്സ് എന്ന ഡയറക്ടറിയിലേക്ക് മാറ്റണം. ഓക്കെ, ഡൗൺലോഡ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ ഹോം ഡൗൺലോഡ്സ്. ഓക്കെ, ഡൗൺലോഡ്സ് എന്ന ഡയറക്ടറിയിലേക്ക് വന്നു. എനിക്ക് ഡൗൺലോഡ്സ് എന്ന ഡയറക്ടറിയിൽ ഫയൽസ് കാണണമെങ്കിൽ ഏത് കമാൻഡ് യൂസ് ചെയ്യണം? ls എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ലിസ്റ്റ് ദ ഫയൽസ് ഇൻ എ ഡയറക്ടറി. ഓക്കെ, ls. ഓക്കെ, ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്.
ഓക്കെ, ചെറിയൊരു ബേസിക് എറർ വന്നിരുന്നു. എറർ അല്ല, എൻ്റെ ഫയൽസ് റിഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ മൂവ് ചെയ്ത് ഡൗൺലോഡ്സ് എന്ന ഡയറക്ടറിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സ് എന്ന ഡയറക്ടറിലേക്ക് പോവാണ്. CD ഡൗൺലോഡ്സ്. ഓക്കെ, ഡൗൺലോഡ്സ് ഡയറക്ടറിൽ വന്നു. LS ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, LS ക്ലിക്ക് ചെയ്യുമ്പം ഓക്കെ ഇവിടെ കാണാം sharon.txt. നേരത്തെ ഫയൽസ് റിഫ്രഷ് ആയിട്ടില്ലായിരുന്നു. ഓക്കെ, sharon.txt. ഓക്കെ, ഇതിനകത്തെ കണ്ടന്റ് നമുക്ക് എന്താണെന്ന് റീഡ് ചെയ്യണം. ഓക്കെ, കണ്ടന്റ് എന്താണെന്ന് റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? cat യൂസ് ചെയ്യും. cat sharon.txt. ഓക്കെ, ഹായ്, ഐ ആം ഷാരോൺ, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, ഇതാണ് കണ്ടന്റ്. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, നമ്മൾ പഠിച്ചു PWD എന്തിനു യൂസ് ചെയ്യും, LS എന്തിനു യൂസ് ചെയ്യും, CD, അതുപോലെ MTDR, RM, RM-R, CP, MB. ഓക്കെ, CAT എന്തിനാണ്, ക്ലിയർ എന്തിനാണ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, എനിക്കിനിപ്പം ഡൗൺലോഡ് ചെയ്യുന്ന എൻ്റെ പഴയ ഡയറക്റ്റിലേക്ക് പോകണം, അതായത് ഹോമിലേക്ക് പോകണം. അപ്പം ഞാൻ എന്ത് കമന്റ് യൂസ് ചെയ്യും? CD സ്പേസ് .dot. ഓക്കെ, എൻ്റർ. ഓക്കെ, എവിടെയാണ് നമ്മൾ റൺ ചെയ്ത് നോക്കാൻ, കറണ്ട് ഡയറക്ടറി ഏതാണെന്ന് നോക്കാൻ PWD ക്ലിക്ക് ചെയ്യണം. PWD പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, ഹോം കോമ്രേഡ്. ഓക്കെ, ഞാൻ ബാക്ക് അഗൈൻ. ഓക്കെ, അടുത്തത് നെറ്റ്വർക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് പിങ് എന്ന കമാൻഡ് യൂസ് ചെയ്യും. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്ക് സ്റ്റേബിൾ ആണോ, നമുക്ക് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് സർവീസ് ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിങ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യും. ഓക്കെ, പിങ് google.com. ഓക്കെ, അതായത് നമ്മുടെ നെറ്റ്വർക്ക് IP സക്സസ്ഫുള്ളി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒന്നും കൂടെ മനസ്സിലാക്കുക. ഗൂഗിളിന്റെ സൈറ്റും പക്ക ഡൗൺ അല്ല, ഗൂഗിളിന്റെ സൈറ്റ് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ രണ്ട് യൂസ് ഉണ്ട്. ഓക്കെ, ഇത് അതിന്റെ IP അഡ്രസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. അതായത് നമ്മുടെ കണക്ഷൻ സ്റ്റേബിൾ ആണ്, ഗൂഗിളിന് ഇങ്ങോട്ട് വരാനുള്ള പാക്കറ്റും ഓക്കെ എല്ലാം സ്റ്റേബിൾ ആണ്. ഓക്കെ, 28 പാക്കറ്റ് ട്രാൻസ്മിറ്റഡ്, 28 റിസീവ്ഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ പിങ്ങിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് നമ്മുടെ നെറ്റ്വർക്കും അത് നമ്മുടെ ഇൻകമിങ് നെറ്റ്വർക്കും അതുപോലെ തന്നെ ഗൂഗിളിന്റെ നെറ്റ്വർക്കും ഒക്കെ എല്ലാം ഓക്കെയാണ്. നമുക്ക് പുറത്തേക്ക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പിങ് എന്താ പറയാ യൂസിന്റെ ഒരു പിങ്ങിന്റെ കമാൻഡ് അതിനു വേണ്ടി യൂസ് ചെയ്യും. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ ഞാൻ വീഡിയോ പറഞ്ഞു, ലിനക്സും പാരറ്റോസും ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമുക്ക് മെയിൻ ആയിട്ട് എന്ത് വേണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് നെറ്റ്വർക്കിന്റെ ഒരു പാർട്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതിൽ നാറ്റ് സെലക്ട് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നാറ്റ് സെലക്ട് ചെയ്താണ് നമുക്ക് കറണ്ട് IP അഡ്രസ്, നമ്മുടെ IP അഡ്രസ് കിട്ടത്തുള്ളൂ. ഓക്കെ, വിർച്വൽ മെഷീന്റെ IP അഡ്രസ് കിട്ടത്തുള്ളൂ. ഈ IP അഡ്രസ്സിൽ കൂടെയാണ് നമ്മൾ പല അറ്റാക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതും എല്ലാ IP അഡ്രസ് വെച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലിനക്സ് മെഷീൻ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ പാരറ്റോസ് മെഷീൻ റൺ ചെയ്യുന്ന IP അഡ്രസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ലിനക്സിലാണെങ്കിൽ ifconfig. ഓക്കെ, ifconfig യൂസ് ചെയ്യും. പക്ഷെ ഇത് ലിനക്സിൽ റൺ ആവും. പക്ഷെ എന്ത് ചെയ്യും? പാരറ്റോസിൽ ഈ കമാൻഡ് അല്ല റൺ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കമാൻഡ് വ്യത്യാസമുണ്ട്. ബട്ട് ഒരു 90% കമാൻഡ്സ് എല്ലാം സെയിം തന്നെയായിരിക്കും. ഇപ്പം ലിനക്സ് യൂസേഴ്സിനാണെങ്കിൽ ifconfig എന്ന് അടിച്ചാൽ അവരുടെ IP ഇന്റർഫേസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ പാരറ്റോസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ IP സ്പേസ് ഓക്കെ എൻ്റർ ചെയ്യുക. ഓക്കെ, എന്റെ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇതാണ് എന്റെ ഇന്റർഫേസ് വരുന്നത്. ഓക്കെ, ഇതാണ് എന്റെ IP അഡ്രസ് വരുന്നത്. ഓക്കെ, ഇതാണ് എന്റെ IP അഡ്രസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലിനക്സ് ആണെങ്കിലും പാരറ്റോസ് ആണെങ്കിലും IP അഡ്രസ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ifconfig വെച്ചു. പിങ് എന്ന് പറയുന്ന കമാൻഡ് എന്തിനെ യൂസ് ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, അടുത്ത കമാൻഡ് ആണ് നെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നെറ്റ് സ്റ്റേറ്റ് എന്നാണ് കമാൻഡ് പറയുന്നത്. നെറ്റ് സ്റ്റേറ്റ്. ഓക്കെ, നെറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത് കണക്ഷനും പോർട്ടും. ഓക്കെ, നമ്മുടെ കണക്ഷൻ ഏതൊക്കെ, പോർട്ട് ഏതൊക്കെ നമ്മുടെ കണക്ഷൻ എവിടെയൊക്കെ റൺ ആവുന്നുണ്ട്, ഏതൊക്കെ പോർട്ടാണ്. ഓക്കെ, ഇതൊക്കെ ഏകദേശം നെറ്റ്വർക്കിന്റെ ഭാഗത്തേക്ക് വരുന്നതാണ്. ഓക്കെ, നമ്മൾ UDP പോർട്ടിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ IP അഡ്രസ്, കണക്ഷൻ ഫോറിൻ IP അഡ്രസ്, ലോക്കൽ IP അഡ്രസ്, ഇതൊക്കെ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ പോർട്ടും അതും കണക്ഷനും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നെറ്റ്വർക്ക്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കമാൻഡാണ്. എനിക്കേസ് ഒരു സൈബർ സെക്യൂരിറ്റി ജോബ് റോൾസിനൊക്കെ പോകുമ്പോഴും ഇന്റർവ്യൂ ഒക്കെ കവർ ചെയ്യുമ്പോൾ ജസ്റ്റ് അവർ ചോദിക്കും എന്താണ് ബേസിക് കമാൻഡ്, ഈ കമാൻഡിന്റെ യൂസ് ഒക്കെ എന്താണെന്ന് ചോദിക്കും. അടുത്ത കമാൻഡാണ് ഹു ആം ഐ. ഓക്കെ, കോമ്രേഡ്. ഓക്കെ, ഇതാണ് എന്റെ യൂസർ നെയിം. ഓക്കെ, ഇപ്പൊ നമുക്ക് വിൻഡോസ് ആണ് ലിനക്സ് ആണ് മൾട്ടിപ്പിൾ യൂസേഴ്സ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും.
അങ്ങനെ ഇപ്പം ലോഗിൻ ചെയ്യാൻ പറ്റുമ്പം ഇപ്പം ഇൻ കേസ് നമ്മളൊരു സെർവർ അറ്റാക്ക് ചെയ്ത് കയറി ആ സെർവറിന്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്ത് കയറിയിട്ട് ഓക്കെ, ആ സെർവറിന്റെ ഷെല്ലിന്റെ പെർമിഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഷെല്ല് നമുക്ക് എക്സിക്യൂട്ടബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഷെല്ലെടുത്തു. ആ ഷെല്ലിൽ കൂടെ ഒക്കെ നമ്മൾ ഡയറക്റ്റ് പോകുമ്പം നമുക്ക് കറണ്ട് ഡയറക്ടറിക്ക് അറിയാൻ വേണ്ടി ഹുവാമൈ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അവിടെ നമുക്കൊരു യൂസർ നെയിം കിട്ടും. അതൊക്കെ ഞാൻ ഇവിടെ ടോപ്പിക്കെല്ലാം കവർ ചെയ്യുന്ന ഷെൽ അറ്റാക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടൈമിലൊക്കെ ഈ കമാൻഡൊക്കെ കറക്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഹുവാമൈ എന്ന് പറയുന്ന കമാൻഡ് അതിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സുഡോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തിനാണ് സുഡോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില ടൂൾസ് അല്ലെങ്കിൽ ചില കമാൻഡ്സ് റൺ ചെയ്യാൻ പെർമിഷൻ വേണം. ഓക്കെ, ആ പെർമിഷൻ ഉണ്ടെങ്കിലാണ് ആ ടൂൾസ് കമാൻഡ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ സുഡോ nmap ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, പാസ്വേഡ് ചോദിക്കുന്നു, കോമറേഡ്. ഓക്കെ, ഇതൊരു nmap എന്ന് പറഞ്ഞൊരു ടൂളാണ്. nmap എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാപ്പറാണ്. ഈ nmap വെച്ച് IP അഡ്രസ് സ്കാൻ ചെയ്ത് അതിനകത്തൊരു വീക്ക്നെസ് കണ്ടുപിടിച്ച് നമ്മളൊരു സിസ്റ്റം എങ്ങനെ ഹാക്ക് ചെയ്യാൻ, സിസ്റ്റത്തെ എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ, അതായത് പാർട്ടായിട്ട് ഓരോ വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സുഡോ nmap. ഓക്കെ, ഇൻ കേസ് ഞാൻ ജസ്റ്റ് വെറുതെ nmap എന്ന് മാത്രം എൻ്റർ ചെയ്യുന്നു. ക്ലിയർ. ഞാൻ സുഡോ പെർമിഷൻ കൊടുത്തോണ്ടാണ് ഇപ്പൊ nmap എന്ന് വന്നത്. ഓക്കെ, ഞാൻ അല്ലാണ്ട് ജസ്റ്റ് ഒന്നും കൂടെ ജസ്റ്റ് nmap എന്ന് മാത്രം ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. സോറി മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ നേരത്തെ nmap എന്ന് പറഞ്ഞ കമാൻഡ് സുഡോ പെർമിഷൻ കൊടുത്തോണ്ടാണ് ഇപ്പൊ വന്നത്. സംടൈംസ് ഇപ്പം ചില സമയത്ത് നമ്മളിപ്പോ nmap എന്ന് കൊടുക്കാൻ നേരത്ത് പെർമിഷൻ ഡെനൈഡ് എന്നാണ് കാണിക്കത്തുള്ളൂ. ഓക്കെ, അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് APT. ഓക്കെ, APT അപ്ഡേറ്റ്. APT കമാൻഡ് എന്തിനാ യൂസ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എന്തിനാണ് APT കമാൻഡ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, കുഡ് നോട്ട് ഓപ്പൺ. ഓക്കെ, പെർമിഷൻ ഡിനൈഡ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സുഡോ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സുഡോ APT അപ്ഡേറ്റ്. പാസ്വേഡ് എന്താണോ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, ദെൻ ക്ലിക്ക്. ഓക്കെ, നമ്മുടെ ഇത് കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ പാക്കേജസ്, അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ലിനക്സിന്റെ ഡിവൈൻ ബേസ്ഡ് ലിനക്സ് പാരറ്റോസിന്റെ പാക്കേജസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, APT അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇന്നലെ ഞാൻ ലിനക്സിന്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് nmap ചില സിസ്റ്റത്തിനകത്ത് ഇപ്പം പാരറ്റോസിന്റെ അകത്ത് ലിനക്സിന്റെ അകത്ത് 2000 NPT ടൂൾസ് ഉണ്ട് ഞാൻ പറഞ്ഞു. അതും ചിലപ്പം മെയിനായിട്ട് പാരറ്റോസിലേക്ക് വരുമ്പോൾ മേ ബി 600 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് nmap ഇൻസ്റ്റാൾ ചെയ്യണം. nmap ഉണ്ട്, ബട്ട് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം ഇപ്പൊ nmap എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. ഓക്കെ, APT ഇൻസ്റ്റാൾ nmap. ഓക്കെ, ഇത് റൺ ചെയ്യുമ്പം കറക്റ്റ് ഔട്ട്പുട്ട് എന്താന്ന് നിങ്ങൾ തന്നെ ഗസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഔട്ട്പുട്ട് ഇങ്ങനെ വന്നു, നമ്മൾ സുഡോ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അതാണ് ഈ ഔട്ട്പുട്ട് ഇങ്ങനെ വരാൻ വേണ്ടി കാരണം. അപ്പൊ നമ്മൾ ഈ സുഡോ കൊടുക്കുന്നു, സുഡോ APT ഇൻസ്റ്റാൾ nmap. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഓക്കെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മളത് കൊടുത്തപ്പോൾ ഓൾറെഡി ഞാൻ പാക്കേജ് ഡൗൺലോഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാക്കേജ് ഡൗൺലോഡ് ആക്കാൻ നല്ലൊരു സമയം എടുക്കും. ഓക്കെ, സുഡോ കൊടുക്കുമ്പോഴും സുഡോ കൊടുക്കാത്തപ്പോഴും ഉള്ള ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. അതായത് പെർമിഷൻ ഡിനൈഡ് ആയിരിക്കും. സുഡോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ പെർമിഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എന്തായാലും ടോപ്പിക് കവർ ചെയ്തു. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്താണ് എന്തിനാണ്, അതായത് PWD എന്തിനു യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ LS, CD, MKDR, RM, RM-R, CP, MV, CAT, ക്ലിയർ, IF കോൺഫിഗ്, പിന്നെ അതുപോലെ തന്നെ നെറ്റ്സ്റ്റാറ്റ്, ഹുവാമൈ, സുഡോ, APT അപ്ഡേറ്റ്, APT ഇൻസ്റ്റാൾ, ഓക്കെ, CAT, നാനോ, എക്കോ. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്താണ്. എന്തായാലും ഇതൊക്കെയാണ് ലിനക്സിന്റെ ബേസിക് ഫണ്ടമെന്റൽസും ലിനക്സിന്റെ ബേസിക് കമാൻഡ്സും എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ ഓക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്തതിലേക്ക് ഇനിയിപ്പോൾ പാർട്ട് 4 സീരീസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഒരു ലൈവ് ഹാക്കിംഗ് ആണ്. പാർട്ട് 4ലേക്ക് ഞാൻ
കാണിക്കാൻ പോകുന്നത്. സോ എന്തായാലും ഇതുവരെയുള്ള പാർട്ട് 1ഉം 2ഉം 3ഉം മസ്റ്റ് ആയിട്ട് കണ്ട് ലിനക്സിന്റെ ഫണ്ടമെന്റൽ എന്താണോ അതൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യുക, ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത പാർട്ടിൽ തൊട്ട് റിയൽ ടൈം ഹാക്കിങ്ങും എക്സ്പ്ലനേഷനും ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. എനിവേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക.